ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായാണ്. ഓറഞ്ച് ചിക്കൻ. ഇതൊരു സ്റ്റാർട്ടറാണ്. എരിവും പുളിയും ചെറിയൊരു മധുരവുമുള്ള ഈ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ താമസിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. ഈ ഡിഷ് 2 പാർട്ടായി ചെയ്തിട്ട് കമ്പൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്കാദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിവിടെ 1.5 കപ്പ് ബോൺലെസ് ചിക്കൻ ചെറുതായി നുറുക്കിയതാണ് എടുത്തിരിക്കുന്നത്. ഇത് 325 ഗ്രാം വരും. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ സോയ സോസും 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും 1/4 ടീസ്പൂൺ ഉപ്പും കൂട്ടി നന്നായി ഇളക്കി ചേർക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് ഇളക്കി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അടുത്തതായി നമുക്ക് ഓറഞ്ച് സോസ് ഉണ്ടാക്കാം. അതിനായി ഒരു ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് തീരെ ചെറുതായി അരിഞ്ഞ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 2-3 വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 30 സെക്കൻഡ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ചെറുതായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി തീ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് 1.5 കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കണം. ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ 1/4 കപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായി ഒന്ന് ഇളക്കി അലിയിപ്പിക്കണേ. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് ജ്യൂസിൻ്റെ പുളി നോക്കിയിട്ട് വിനാഗിരിയുടെ അളവിൽ ചെറിയ വ്യത്യാസം വരുത്താവുന്നതാണ്. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. ഒരു 3 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടുത്തതായി 1 ടീസ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന കുരുമുളക് കല്ലിൽ ചതച്ചെടുത്തതാണ്, പൊടിയല്ല കേട്ടോ. ഉപ്പും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്താവുന്നതാണ്. ഇനി സോസ് ഒന്ന് കുറുകുന്നതിനായി 2 ടീസ്പൂൺ കോൺഫ്ലോർ 2 ടീസ്പൂൺ വെള്ളവും മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. നന്നായി കുറുകി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഓറഞ്ച് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം കേട്ടോ. അതിനായി ചിക്കൻ പീസുകൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒരു പാനിലേക്ക് വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇതിലേക്ക് ചിക്കൻ പീസുകൾ ഓരോന്നായി ഇട്ട് കൊടുക്കണം. ഒത്തിരി തിക്കി ഇടരുതേ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇങ്ങനെയെല്ലാം വറുത്തെടുക്കണം.
ഇനി വറുത്തെടുത്ത പീസുകളെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് വെളുത്ത എള്ള് വിതറിക്കൊടുത്ത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. എള്ളിടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാനിതൊരു ഭംഗിക്ക് വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ രുചികരമായ ഓറഞ്ച് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് ചൂടോടുകൂടി കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.